ഹലോ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിഹാബുദ്ദീൻ ചുങ്കത്രയാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എൻ്റെ വൈഫിന് ചെറിയൊരു കയ്യിന് വേദനയായിട്ട് കുറേ പ്രയാസപ്പെട്ടിരുന്നു. ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ഇട്ട് മുന്നോട്ട് പോയി. നോർമലി ഒരു വേദന വന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രാദേശികമായുള്ള ഡോക്ടർ, പിന്നെ അത് കുറച്ച് അപ്പുറത്തേക്ക് മഞ്ചേരി, അങ്ങനെ അവസാനത്ത് കോഴിക്കോട് വരെ എത്തി. മൈത്ര ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറെയും കാണിച്ചു. അതിൻ്റെ ഇടയിൽ എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു MRI ടെസ്റ്റ് വരെ എടുത്തപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൈയിൻ്റെ നമ്മുടെ ഇവിടുത്തെ മസിലിൻ്റെ ഉള്ളിൽ, അവിടെ എല്ലിന് ആ ജോയിൻറ്റിൻ്റെ അടുത്ത് നിൽക്കണ അവിടെ എല്ലാം മസിലിന് ചെറിയൊരു നീർക്കെട്ട് വരികയാണ്. അവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു വിള്ളൽ മാതിരി ആണ് അത് കണ്ടത് MRIയിൽ. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ അങ്ങനെയും കുറേ നടന്നു. അറിയാമല്ലോ, ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയം എന്തോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോക്ക് പോകണം, അത് തിരിച്ചു വരണം. അങ്ങനെ നിരന്തരം ഒരു 1-2 മാസത്തോളം അതും ചെയ്തു നോക്കി. ഇതിൻ്റെയൊക്കെ ആകത്തുക പറഞ്ഞു കൊണ്ടിരുന്നത് അവസാനം ഇത് സർജറി ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നു. സർജറി എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വലിയൊരു എമൗണ്ട് വരുന്നൊരു സർജറി തന്നെയാണ്. ഏകദേശം 1.5-1.25 ലക്ഷം റുപ്യ, 2 ലക്ഷം റുപ്യേൻ്റെ അടുത്തൊക്കെ അതിന് വരും. ഹോസ്പിറ്റലും പിന്നെ അതിൻ്റെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ജോബിൻ ഇപ്പോൾ എറണാകുളം പാലാരിവട്ടത്ത് ഒലീവ് ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നവർ എനിക്കറിയാമായിരുന്നു. ഞാൻ ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ആയുർവേദത്തിൽ ഇതിന് വല്ല പരിഹാരമുണ്ടോ എന്ന് അന്വേഷിച്ചു. പുള്ളി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ വേണമെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞത്. ഏതായാലും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ ആയുർവേദമായി ബന്ധപ്പെട്ട് നാട്ടിലും 1-2 നമ്മുടെ ഷൊർണൂരിലൊരു ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് പോകാനുള്ള ബുദ്ധിമുട്ടും കുട്ടികളെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പ്രയാസമൊക്കെ ആലോചിച്ചപ്പോൾ ഏതായാലും ഞാൻ എറണാകുളം എത്തി. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ വൈഫിനെ അവിടെ കാണിച്ചു. 19 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സത്യത്തിൽ അവിടുന്ന് വരുമ്പം ചെറിയൊരു ആശ്വാസം എന്ന നിലക്ക് അത് പൂർണ്ണമായിട്ടില്ലായിരുന്നു. എന്നാലും ഡോക്ടർ പറഞ്ഞു ഒരു പീരീഡ് വരെ അതിൻ്റെ ഒരു മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഡോക്ടറോട് പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പം ഞാൻ പാലിക്കുന്നത്. ഞാൻ ഡോക്ടറോട് അന്ന് പറഞ്ഞു, എൻ്റെ സുഹൃത്താണെങ്കിലും നമുക്ക് ഉറപ്പില്ലാത്തൊരു സാധനത്തിന് വെറുതെ പരസ്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, വൈഫ് ഇതിൽ പൂർണ്ണമായും നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ വിജയിച്ചാൽ ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു വീഡിയോ അങ്ങനെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ വൈഫ് ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട്. കൈയിൻ്റെ വേദന പോയി, ആ പ്രയാസങ്ങളൊക്കെ മാറി. ഇപ്പം ഞാനും ആ വിഷയത്തിൽ ഞാനും ഹാപ്പിയാണ്. കാരണം വലിയൊരു പ്രയാസമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. രാവിലെ എണീക്കുമ്പോഴൊക്കെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളാണ് പറയാം. അത് കുറച്ച് കഴിയുമ്പോൾ വേദന കൊണ്ടും മാറും. പിന്നെയും പിന്നെ കുറച്ച് വിശ്രമിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ വേദന. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വളരെ വളരെ വ്യത്യാസമായിക്കൊണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഞാൻ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. എറണാകുളത്തുള്ള പാലാരിവട്ടത്ത് EMC ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒലീവ് ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള വേദനകൾ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അവിടെ സമീപിക്കുക. അവരുടെ ഡീറ്റെയിലുകളൊക്കെ വേണമെങ്കിൽ എന്നെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യണതിന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യം ഷെയർ ചെയ്തതിൽ വളരെയധികം ഞാനും സന്തോഷിക്കുന്നു.